ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. വരന്തരപ്പള്ളിയിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച കേസിൽ ഭർത്തൃ മാതാവ് അറസ്റ്റിൽ. മാട്ടുമല സ്വദേശി രജനിയാണ് അറസ്റ്റിലായത്. രജനിക്കെതിരെ സ്ത്രീ പീഡനത്തിന് കേസെടുത്തു. ഏനമാവ് കോൾപ്പടവിൽ നെൽകൃഷി ഉപ്പുവെള്ള ഭീഷണിയിൽ. നാമാക്കൽ ഫേസ് കനാലിൽ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് ഉപ്പിന്റെ സാന്നിധ്യം വ്യാപകമായത്. പാലപ്പള്ളി മുപ്പിളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. 2 മാസത്തിനിടെ 4ാം തവണയാണ് മേഖലയിൽ പുലിയിറങ്ങുന്നത്. ഏകാദശി വ്രതശുദ്ധിയുടെ ദർശന പുണ്യം തേടി ഗുരുഭവനപുരിയിലെത്തിയത് 10,000-ങ്ങൾ. പാപമോക്ഷ പുണ്യം തേടി തിരുവില്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പുനർജനി നൂണ്ട് വിശ്വാസികൾ. കല്ലൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. 13 പവൻ സ്വർണം കവർന്നു. വീട്ടുകാർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ സമയത്തായിരുന്നു മോഷണം. നെട്ടിശ്ശേരി കല്ലാടിമൂലയിൽ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ മോഷണം. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീപിടിച്ചു. ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. വാർത്തയിലേക്ക് വിശദമായി. വരന്തരപ്പള്ളിയിൽ ഗർഭിണിയായ യുവതി തീപ്പൊള്ളലേറ്റ് മരിച്ച കേസിൽ ഭർത്തൃ മാതാവ് അറസ്റ്റിൽ. മരിച്ച അർച്ചനയുടെ ഭർത്തൃ മാതാവ് മാട്ടുമല സ്വദേശി മാക്കോത്ത് വീട്ടിൽ രജനിയാണ് അറസ്റ്റിലായത്. കേസിൽ അർച്ചനയുടെ ഭർത്താവ് ഷാരോണിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 26-നാണ് അർച്ചനയെ ഭർത്താവിന്റെ വീടിനോട് ചേർന്നുള്ള കനാലിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അർച്ചനയുടെ അച്ഛൻ വരന്തരപ്പള്ളി സ്വദേശി ഹരിദാസ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ചാലക്കുടി DYSP VK രാജുവിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. ഏനമാവ് മേഖലയിലെ നെൽകൃഷി ഉപ്പുവെള്ള ഭീഷണിയിൽ. നാമാക്കൽ ഫേസ് കനാലിൽ ജലനിരപ്പ് 40 സെന്റിമീറ്ററോളം താഴ്ന്നതോടെയാണ് ഉപ്പിന്റെ സാന്നിധ്യം വ്യാപകമായത്. കോൾചാലുകളിലെ ചണ്ടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയത് ഉപ്പുവെള്ളം വ്യാപകമായതിന് തെളിവാണെന്ന് പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ചൂണ്ടിക്കാട്ടുന്നു. ഫേസ് കനാലിലെ വെള്ളം പാടശേഖരങ്ങളിലേക്ക് പമ്പ് ചെയ്താൽ കൃഷി കരിഞ്ഞുണങ്ങും. വെങ്കിടങ്, മുല്ലശ്ശേരി, തോളൂർ പഞ്ചായത്തുകളിലായി 10,000-ലേറെ ഏക്കർ നെൽകൃഷിയാണുള്ളത്. ഏനാമാക്കൽ റെഗുലേറ്ററിന്റെ എല്ലാ ഷട്ടറുകളും അടച്ചിട്ടുണ്ടെങ്കിലും കാലപ്പഴക്കം മൂലം റെഗുലേറ്റർ ഷട്ടറുകൾക്ക് ചോർച്ചയുള്ളതിനാൽ വേലിയേറ്റ സമയത്ത് പുഴയിൽ നിന്നും ഉപ്പുവെള്ളം വൻതോതിൽ ഫേസ് കനാലിലേക്കും തുടർന്ന് കോൾപ്പാടങ്ങളിലേക്കും പ്രവേശിക്കുകയാണ്. പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ എല്ലാ വർഷവും നിർമ്മിക്കാറുള്ള താൽക്കാലിക വളയം ബണ്ടിന്റെ നിർമ്മാണം ഏനാമാവിൽ ഇനിയും പൂർത്തിയായിട്ടില്ല. ചിമ്മിനി ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നുവിട്ട് ഏനാമാവ് ഫേസ് കനാലിൽ ജലനിരപ്പ് ഉയർത്തിയാലേ വെള്ളത്തിൽ ഉപ്പിന്റെ അംശം കുറയ്ക്കാനാകൂവെന്ന് കർഷകർ പറയുന്നു. ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പാവറട്ടി. പാലപ്പള്ളി മുപ്പിളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. 2 മാസത്തിനിടെ 4ാം തവണയാണ് മേഖലയിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത്. മുപ്പിളി സ്വദേശി കരിമ്പനയ്ക്കൽ അലവയുടെ പശുവിനെയാണ് പുലി പിടിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. മുപ്പിളി എസ്റ്റേറ്റിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് സമീപത്താണ് പുലി ഇറങ്ങിയത്. പശുവിന്റെ ശരീരഭാഗം പുലി ഭക്ഷിച്ച നിലയിലാണ്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കുണ്ടായി, ചൊക്കന എന്നീ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ 4 തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങിയത്. കഴിഞ്ഞ മാസം പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പശുവിനെ പുലി ആക്രമിച്ച് കൊന്നിരുന്നു. കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശത്ത് പുലിയുടെ ആക്രമണം കൂടി പതിവായതോടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്താതിരിക്കാൻ വനാതിർത്തിയിൽ കിടങ്ങുകൾ തീർക്കണമെന്നും പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV, പുതുക്കാട്. ഏകാദശി വ്രതശുദ്ധിയുടെ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ 10,000-ങ്ങളെത്തി. കാഴ്ചശീവേലിയിൽ കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. വിഷ്ണുവും ചെന്താമരാക്ഷനും പറ്റാനകളായി. തുടർന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 3 ആനകളോടെ എഴുന്നള്ളിപ്പ് നടന്നു. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥം എഴുന്നള്ളിപ്പ് നടന്നു. ദ്വാദശി ദിവസമായ ചൊവ്വാഴ്ച വേദജ്ഞർക്ക് ദക്ഷിണ നൽകി തുളസി തീർത്ഥം സേവിക്കുന്നതോടെ ഏകാദശി വ്രതം പൂർണ്ണമാകും.
തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പുനർജനി നൂഴാനെത്തിയത് നൂറുകണക്കിന് ഭക്തർ. പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാമജപ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രം ജീവനക്കാരും മേൽശാന്തിയും ഭക്തരും ഗുഹാമുഖത്തെത്തി പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിച്ചത്. കല്ലൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം, 13 പവൻ സ്വർണം കവർന്നു. വീട്ടുകാർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ സമയത്തായിരുന്നു മോഷണം. കല്ലൂർ പാലക്കൽപ്പറമ്പ് സ്വദേശി കുന്നത്തുപറമ്പിൽ ദിവ്യയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. അലമാരിയിൽ സൂക്ഷിച്ച സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത്. ഞായറാഴ്ച ദിവ്യയും കുടുംബവും ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു. തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മോഷണം പോയ വിവരം അറിയുന്നത്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുമ്പോൾ എൻ്റെ ഗോൾഡ് അലമാരിയിൽ വെച്ചിരുന്നു. അത് നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും അവർ വന്ന് നോക്കുകയും ചെയ്തു. ഒരു 13 പവൻ ഗോൾഡ് ഒരു ബോക്സിലാക്കിയാണ് വെച്ചത്. അത് കാണുന്നില്ല. വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്ന നിലയിലായിരുന്നു. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുന്നു. സരീഷ്, എങ്ങനെ പുരോഗമിക്കുന്നു അന്വേഷണം? ഇന്ന് രാവിലെ ഒരു വീട്ടുകാർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ഈ മോഷണ വിവരം അറിയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർക്കുകയും അതുപോലെ തന്നെ പുറകുവശത്തെ വാതിൽ തകർക്കുകയോ ചെയ്തുള്ള ഒരു മോഷണമല്ല ഉണ്ടാകുന്നത്. കാരണം ഈ ഇതിൽ വന്നപ്പോൾ പുറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു. അത് കുത്തിപ്പൊളിച്ച രീതിയിൽ അല്ലെങ്കിൽ തകർച്ച രീതിയിലൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ തുറന്നു കിടക്കുന്ന പോലെയാണ് അവിടെ. അത്തരത്തിലൊരു വീടിനകത്ത് കയറി നോക്കിയപ്പോഴാണ് അലമാറയിൽ ഇരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒരു ബോക്സിലാക്കിയാണ് അലമാരിച്ചിരുന്നത്. അത് മുഴുവനായും നഷ്ടപ്പെട്ട രീതിയിലാണ് കണ്ടത്. ഉടൻ തന്നെ വാർത്തകളൊക്കെ പരാതി നൽകുകയായിരുന്നു. അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. ഇതിൽ ദിവ്യ മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. പിന്നെ അടുത്ത ബന്ധുക്കൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാവിലെ അവർ ഗുരുവായൂർ തിരിച്ച് രാവിലെയാണ് അവർ വീട്ടിലേക്ക് എത്തിയത്. അപ്പോഴാണ് മോശം വിവരം അറിയുന്നത്. ഡോഗ് സ്ക്വാഡ് ഈ പരിശോധനയിലേക്ക് എത്തിക്കുന്നതായിരുന്നു. കൂടുതൽ അന്വേഷണം പുതുക്കാട് പോലീസ് നടത്തുന്നുണ്ട്. കാരണം ഇത് കൃത്യമായി ഈ താക്കോൽ വീടിന്റെ ഈ വാതിൽ വെച്ച് പറയുന്നു. അപ്പോൾ അത് കൃത്യമായി അറിയുന്ന ആവശ്യമാണോ എന്നുള്ള കാര്യം കൂടുതലായി പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഉള്ള അന്വേഷണങ്ങളൊക്കെ അടുത്ത നടക്കും എന്നാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. സരീഷാണ് വിവരങ്ങൾ നൽകിയത്. മണ്ണുത്തി നെട്ടിശ്ശേരി കല്ലാടിമൂലയിൽ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ മോഷണം. 15 കോയിൽ ഇലക്ട്രിക് വയർ മോഷണം പോയി. ഉദയകുമാറിന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത്. വാതിലുകളുടെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മണ്ണുത്തി പോലീസിൽ പരാതി നൽകി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീപിടിച്ചു. ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. എക്സ്റേ യൂണിറ്റിലെ AC കംപ്രസർ യൂണിറ്റിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം നടക്കുന്ന സമയത്ത് റൂമിലുണ്ടായിരുന്ന ജീവനക്കാരനായിരുന്ന സുൽഫത്ത് സ്റ്റെബിലൈസറിൽ നിന്ന് തീ പടരുന്നത് കണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിയോടി. ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. കൊണ്ടാഴിയിൽ വീടിന് തീപിടിച്ചു. കാട്ടാളത്ത് വീട്ടിൽ അമ്മണിയുടെ വീടിനാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടിച്ചത്. വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് വൻ അപകടം ഒഴിവായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. അമ്മയും മകനും കുട്ടികളും വീട്ടിലുണ്ടായിരുന്നെങ്കിലും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടിയിൽ സ്കൂട്ടറിലെത്തിയ അജ്ഞാതൻ ഹോട്ടലിന് നേരെ ഗുണ്ടെറിഞ്ഞു. ചൊവ്വല്ലൂർപ്പടി സെന്ററിലെ ആദിലക്ഷ്മി ഹോട്ടലിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഗുണ്ടെറിഞ്ഞത്. സ്കൂട്ടറിലെത്തിയ യുവാവ് ഗുണ്ട് കത്തിച്ച് ഹോട്ടലിലേക്ക് എറിഞ്ഞ ശേഷം രക്ഷപ്പെട്ടു. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി വരികയായിരുന്ന കുട്ടിയുടെ ദേഹത്ത് തട്ടിയ ഗുണ്ട് തെറിച്ചുപോയി. ഹോട്ടലിന് പുറത്ത് ഗുണ്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി. പണയം വെച്ച 106 ഗ്രാം സ്വർണം തട്ടിയെടുത്ത കേസിൽ പണമിടപാട് സ്ഥാപന ഉടമ അറസ്റ്റിൽ. മതിലകം എമ്മാട് സ്വദേശി തൈക്കാട്ടിൽ സന്ദീപാണ് അറസ്റ്റിലായത്. വെങ്കടങ്ങ് സ്വദേശിനിയുടെ 106 ഗ്രാം സ്വർണം തട്ടിയെടുത്ത കേസിലാണ് നടപടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആളൂർ SI KT ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ,
സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. വൈറലായ മക്കത്തെ മംഗല്യരാവ് എന്ന അയ്യപ്പൻ വിളക്ക് പാട്ടിന്റെ രചയിതാവിനെ പരിചയപ്പെടാം. എറിയാട് സ്വദേശി പ്രതീഷാണ് ഈ ഗാനം രചിച്ച് ഈണം നൽകിയിരിക്കുന്നത്. മക്കത്തെ മംഗല്യരാവ്, ഖദീജയ്ക്കു കല്യാണ നാള്, മൊഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ, എല്ലാം പടച്ചോനോടോതി ഖദീജയുമാലിയും ഒന്നായി, 10 മാസം തികഞ്ഞല്ലോ പിറന്നവൾ പാത്തുമ്മ പെണ്ണ്. എറിയാട് ചേരമാൻ മൈതാനത്തിന് സമീപമുള്ള വീടിന്റെ തിണ്ണയിലിരുന്ന് സംസാരിക്കുമ്പോൾ ഗോപാലൻ എന്ന പ്രതീഷിന്റെ മുഖത്ത് അത്ഭുതം വിരിയുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പ്രതീഷാണ് ഹിറ്റായി മാറിയ ഈ ഗാനം രചിച്ച് ഈണമിട്ടിട്ടുള്ളത്. 9 വർഷം മുൻപ് താൻ അംഗമായ ഓം സച്ചിദാനന്ദ എന്ന ഭജന സംഘത്തിനു വേണ്ടിയാണ് പ്രതീഷ് ഈ ഗാനം എഴുതിയത്. അന്നത് ആസ്വാദക പ്രശംസ നേടിയെങ്കിലും പിന്നീട് പുതിയ പാട്ടുകളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞതോടെ പഴയ പാട്ട് വിസ്മൃതിയിലായി. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ അയ്യപ്പൻ വിളക്കിനിടയിലാണ് അനന്തജ്യോതി എന്ന പെൺകുട്ടി പ്രതീഷിന്റെ ഗാനം പാടിയത്. ഇതോടെ ഗാനം കേരളം ഏറ്റെടുക്കുകയായിരുന്നു. തൊഴിലിനിടയിലെ ഇടവേളകളിലാണ് പ്രതീഷ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ 100 കണക്കിന് ഗാനങ്ങൾ പ്രതീഷ് രചിച്ചിട്ടുണ്ട്. ബേസിക് ചാരുകേശ് എന്ന് പറഞ്ഞാൽ ചാരുകേശിരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പാട്ടിൽ ഇപ്പൊ ചുംബനപ്പൂ കൊണ്ടുമൂടി അകലെ അകലെ നീലാകാശം യാത്രയാ, ഇതൊക്കെ ചാരുകേശി രാഗത്തെ ബേസുള്ള പാട്ടാണ്. ആ രാഗത്തിലാണ് ഈ പാട്ട് ആ രാഗം ബേസാണ് ചെയ്തിരിക്കുന്നത്. അനുസ്വരങ്ങൾ ഒരു പക്ഷേ ഇതിനകത്ത് ഉണ്ടാവും. ആ രാഗത്തിന്റെ ബേസ് അനുസ്വരങ്ങൾ ഉണ്ടാവുന്ന മറ്റുള്ളവർ ഇതിന് വേറെ രൂപത്തിലേക്ക് പാടി മാറ്റുമ്പോൾ അനുസ്വരം കയറി വരുന്നതാണ്. ബേസിക് ചാരുകേശി എന്ന് പറഞ്ഞ രാഗമുണ്ട്. പുല്ലാങ്കുഴൽ വായിക്കും, തബല വായിക്കും, ഹാർമോണിയം വായിക്കും. ഇതൊക്കെ ഒരു ഗുരുനാഥന്റെ അടുത്ത് പോയി മെയിനായിട്ട് പഠിച്ചതല്ല. നമ്മുടെ ഗുരു എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. പ്രതീഷിന്റെ അച്ഛൻ കുഞ്ഞപ്പനും അമ്മ ഭാനുമതിയും പ്രദേശത്ത് അറിയപ്പെടുന്ന ഓണക്കളി കലാകാരന്മാരായിരുന്നു. മാതാപിതാക്കളിൽ നിന്നാണ് പ്രതീഷിന് സംഗീതാഭിരുചി പകർന്നു കിട്ടിയത്. ഭാര്യ മഞ്ജുവും മക്കളായ 9ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിയും 1ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീവിഷ്ണുവും പ്രതീഷിന്റെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. മക്കത്തെ കല്യാണരാവിന്റെ ഈണം കേരളമെങ്ങും അലയടിക്കുമ്പോൾ പ്രതീഷ് എന്ന നാട്ടുകാരുടെ ഗോപാലൻ ജീവിതത്തിന് ഈണമിടാനുള്ള പരിശ്രമത്തിലാണ്. നീണ്ടു ചുരുണ്ട മുടിയും തിങ്കൾ വെള്ളിയിടും മുഖവും മുല്ലതൻ മൊട്ടുപോൽ പല്ലും മന്ദമായി ചിരി തൂകി, മക്കത്തെ മംഗല്യരാവ് ഖദീജയ്ക്കു കല്യാണ നാളെ, മൊഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ കമ്മിറ്റി ചാവക്കാട് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസന്ന രണദിവെ അധ്യക്ഷയായി. MP രാജലക്ഷ്മി, മഞ്ജുഷ സുരേഷ്, ജീന രാജീവ്, ഉമ്മു റഹ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിനോദയാത്രയിൽ വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാർക്ക് അനുകൂല വിധി. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളത്തുള്ള ശ്രീദുർഗയിലെ A അജിത, മകൾ അപർണ, ചെറുമകൻ ഇഷാൻ D എന്നിവർ ഫയൽ ചെയ്ത ഹർജിയിലാണ് എറണാകുളത്തുള്ള മലബാർ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉടമയ്ക്കെതിരെ വിധിയായത്. പരാതിക്കാരന് നഷ്ടപരിഹാരമായി 45,000 രൂപയും ചെലവിലേക്ക് 4,500 രൂപയും നൽകാൻ വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ബസ്സിൽ നിന്ന് റോഡിലേക്ക് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പഴുവിൽ വെസ്റ്റ് സ്വദേശി 57 വയസ്സുള്ള നെല്ലിപ്പറമ്പിൽ മോഹിനിയാണ് മരിച്ചത്. മെയ് 18-ന് തൃപ്രയാറിൽ വെച്ചാണ് അപകടമുണ്ടായത്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ ബസ് മുന്നോട്ടെടുത്തപ്പോൾ പടിയിൽ നിന്നും തെന്നി റോഡിലേക്ക് തലയടിച്ച് വീഴുകയായിരുന്നു. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് മാത്തമാറ്റിക്സ് അസോസിയേഷൻ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു.
വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ PK വിജയൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, ഡോക്ടർ TL സോണി, ഡോക്ടർ R സ്മിത, ഡോക്ടർ മനു മാധവ്, പോൾസൺ റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട ഒരു സമ്പ്രദായം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി സാംസ്കാരിക പരിപാടികൾ ചൊവ്വാഴ്ച ആരംഭിക്കും. 12 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം വൈകിട്ട് 5:30 കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ മുഖ്യാതിഥിയാകും. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ തയ്യാറാക്കിയ വേദിയിലാണ് കലാപരിപാടികൾ അരങ്ങേറുക. ഉദ്ഘാടന ദിവസം സോപാന സംഗീതം, നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറും. ഈ മാസം 15-നാണ് ഏകാദശി. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. ചാവക്കാട് നഗരസഭയിലെ 3-ാം വാർഡിൽ ശ്രദ്ധേയമായ മത്സരമാണ് നടക്കുന്നത്. ഇരു മുന്നണികളും കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഹാട്രിക് വിജയം കൈവരിക്കാനാണ് LDF നീക്കം. മുൻ കൗൺസിലറും CPM മുൻ ലോക്കൽ സെക്രട്ടറിയുമായ KH സലാമിനെയാണ് ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. UDF-നായി മുൻ നഗരസഭാ കൗൺസിലറും ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ KV ഷാനവാസാണ് മത്സര രംഗത്ത്. ശ്രീധരൻ കൂർക്കപ്പറമ്പിലാണ് BJP സ്ഥാനാർത്ഥി. KH സലാം 2005-ലും 2015-ലും 3-ാം വാർഡിൽ മത്സരിച്ച് കൗൺസിലറായിരുന്നു. വികസന തുടർച്ചയ്ക്ക് വോട്ടർമാർ ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ചാവക്കാട് നഗരസഭയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഗോതയിലിറങ്ങിയിട്ടുള്ളത്. ചാവക്കാട് നഗരസഭയുടെ കഴിഞ്ഞ 20 വർഷക്കാലത്തെ വിപ്ലവകരമായിട്ടുള്ള വികസന മുന്നേറ്റങ്ങൾക്കാണ് ചാവക്കാട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഈ വാർഡിനകത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ നാട് എനിക്ക് നൽകിയിട്ടുള്ള പിന്തുണയുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന ആത്മവിശ്വാസം. 3-ാം വാർഡിൻ്റെ വികസനങ്ങളും ആ നിലയിൽ കഴിഞ്ഞ തുടർച്ചയായ 20 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് എണ്ണി പറയാൻ കഴിയുന്ന അനവധി പ്രവർത്തനങ്ങളാണ് നമുക്ക് 3-ാം വാർഡിനകത്ത് നടത്താനായിട്ടുള്ളത്. 2010-ൽ 4-ാം വാർഡിൽ നിന്ന് കൗൺസിലറായ ഷാനവാസ് 3-ാം തവണയാണ് മത്സരത്തിനിറങ്ങുന്നത്. 2020-ൽ 4-ാം വാർഡിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ തുടർച്ചയായി LDF ഭരണമുണ്ടായിട്ടും 3-ാം വാർഡിൽ കാര്യമായ വികസനമുണ്ടായില്ലെന്ന് ഷാനവാസ് പറയുന്നു. ഈ വാർഡിലെ 3 റൗണ്ട് പ്രചരണം പൂർത്തീകരിച്ചപ്പോൾ വളരെ തികച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ വാർഡൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. 20 വർഷമായി ചാവക്കാട് നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ നഗരസഭയ്ക്ക് കാര്യമായ ഒരു മാറ്റവും ഉണ്ടാക്കിയെടുക്കാൻ ഈ കാലം എത്രയും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു കളിസ്ഥലമില്ല, ചാവക്കാടിനൊരു ടൗൺ ഹാളില്ല, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ജനങ്ങൾ ഇവരെ വെറുത്തിരിക്കുന്നു. അത് പ്രചരണത്തിനുടനീളം നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളുടെ മനസ്സിൽ ഇവരെ ശക്തമായൊരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഈ 3-ാം വാർഡിൻ്റെ സ്ഥിതി പറയുകയാണെങ്കിൽ ഒരു നല്ല റോഡില്ല, വേണ്ടത്ര വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അത് ജനങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടാവുന്ന ഒരു ഉറപ്പ് ഞാൻ നൽകുകയാണ്. BJPയും ഇത്തവണ സാന്നിധ്യം തെളിയിക്കാൻ മത്സര രംഗത്തുണ്ട്. TCV ന്യൂസ്, ചാവക്കാട്. ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര 4 കൂടിയ സെന്ററിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ MK ചന്ദ്രൻ, NS ആയൂബ്, KB രാജു, ജോഷി ആലപ്പാട്ട്, VK പ്രദീപ്, ആൻഡോ തൊറയൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷൈജു സായിറാം എന്നിവർ സംസാരിച്ചു. ഇന്നിപ്പോ തന്നെ ഈ മസാല ബോർഡുമായി ബന്ധപ്പെട്ട് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി നഗരസഭയിലെ എങ്കക്കാട് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി MR സോമനാരായണന്റെ പ്രചരണാർത്ഥം കുന്നത്തോർമ്മ സെന്ററിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എങ്കക്കാട് ഡിവിഷൻ കൗൺസിലർ ഷീല മുരളി അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിൽ സ്ഥാനാർത്ഥി MR സോമനാരായണൻ, CPM ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ്, മുൻ കൗൺസിലർ VP മധു, മാരാത്തുകുന്ന് ഡിവിഷനിലെ സ്ഥാനാർത്ഥി ഷീല മോഹൻ, മങ്കര ഡിവിഷനിലെ സ്ഥാനാർത്ഥി S രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 35 ലക്ഷം കുടുംബങ്ങൾക്ക് 10 സെന്റ്. BJP വടക്കാഞ്ചേരി ടൗൺ ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി ബിന്ദു മനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി നിത്യ സാഗർ, മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറി CV അനിൽകുമാർ, PG രവീന്ദ്രൻ, അരുൺ ദാസ്, റീന സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളോടൊപ്പം മുമ്പോട്ട് പോകാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. തെക്കുംകര മലാക്കിയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടകൾ തകർന്നടിയുമെന്നും ജനീഷ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമ്മാട്ടിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി PJ രാജു, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, KSU ജില്ലാ സെക്രട്ടറി അഹ്സാൻ ഷെയ്ഖ്, അഖിൽ P സാമുവൽ, KM അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ 20-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി MS വിനയകുമാറിന്റെ പ്രചരണാർത്ഥം ഫുട്ബോൾ ഷൂട്ടൌട്ട് വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടി സംഘടിപ്പിച്ചു. DYFI മുൻ മേഖലാ സെക്രട്ടറി KS സിജിത്ത്, CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി സിഗ്ദ ചന്ദ്രൻ, സിനിമ എഡിറ്റർ സനൽ അനിരുദ്ധൻ, രഞ്ജിത്ത് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ 44-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി AV ഷറഫുദ്ദീന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. വാഴപ്പള്ളി പേരകം പൗരസമിതിയുടെ സ്ഥാനാർത്ഥിയാണ് ഷറഫുദ്ദീൻ. പൗരസമിതി കൺവീനർ ഡൊമിനി വാഴപ്പള്ളി സ്ഥാനാർത്ഥിക്ക് പ്രകടന പത്രിക നൽകി പ്രകാശനം നിർവഹിച്ചു. ചെയർമാൻ ഡോക്ടർ PA രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് PS മണി, സെക്രട്ടറി CL സണ്ണി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CK തോബിയസ് തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള LDF പ്രകടന പത്രിക മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പ്രകാശനം ചെയ്തു. LDF മണ്ഡലം കൺവീനർ TP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, KV രാജേഷ്, TK രമേഷ് ബാബു എന്നിവർ സംസാരിച്ചു. കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി ഉത്സവം ആഘോഷിച്ചു. കാഴ്ചശിവേലിയും കുടമാറ്റവും ആസ്വദിക്കാൻ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. സ്പെഷ്യൽ നാദസ്വരത്തിന് ശേഷം ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളത്തിന്റെയും 15 ആനകളുടെയും അകമ്പടിയോടെ ശിവേലി നടന്നു. തുടർന്ന് ഓട്ടൻതുള്ളൽ, ഏകാദശി ഊട്ട്, നൃത്താർച്ചന എന്നിവ നടന്നു. വൈകിട്ട് നടന്ന കാഴ്ചശിവേലിക്ക് കുടമാറ്റവും പഞ്ചാരിമേളവും 15 ആനകളും അകമ്പടിയായി. പാമ്പാടി രാജൻ തിടമ്പേറ്റി. ബുധനാഴ്ച ഉത്സവബലിയും പള്ളിവേട്ടയും കാഴ്ചശിവേലിയും നടക്കും. വ്യാഴാഴ്ച ആറാട്ട് നടക്കും. വെള്ളിയാഴ്ച അയ്യപ്പൻ വിളക്കോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും. കേരളത്തിലുടനീളമുള്ള സൈക്കോളജി വിദ്യാർത്ഥികൾക്കായി തൃശൂർ ആത്രേയ ആശുപത്രി സൈക്കണക്ട് 25 എന്ന പേരിൽ സംസ്ഥാനതല സൈക്കോളജി കോൺഫറൻസ് സംഘടിപ്പിച്ചു. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സൈക്കോളജിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള ചലച്ചിത്ര താരം ലെന കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. ആത്രേയ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ന്യൂറോ സർജനുമായ ഡോക്ടർ രാംകുമാർ മേനോൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ TN നിധിൻ മുരളി, വിദ്യാ കിഷോർ, സച്ചിൻ മേനോൻ, ഡേവിഡ് ജോസ്, വിശ്വനാഥൻ, ആനി കുര്യൻ താടിക്കാരൻ, എൽസ പോൾ എന്നിവർ സെമിനാറുകൾക്ക് നേതൃത്വം നൽകി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും സ്വകാര്യ ആശുപത്രികളിലെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് കോൺഫറൻസ് നടന്നത്. മനഃശാസ്ത്രത്തിന്റെ വിവിധ വശങ്ങളും ഉൾപ്രേരണകളും ആത്മഹത്യാ പ്രവണതകളും അതിനെ മനസ്സുകൊണ്ട് നേരിടേണ്ട പ്രതിവിധികളെയും കുറിച്ച് കോൺഫറൻസ് വിശദമായി ചർച്ച ചെയ്തു. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുമായി 130-ൽ പരം സൈക്കോളജി വിദ്യാർത്ഥികളാണ് കോൺഫറൻസിൽ പങ്കെടുത്തത്.
ശ്രീലങ്കയിൽ നടന്ന അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പുല്ലഴി സ്വദേശികളായ സഹോദരിമാർക്ക് വെങ്കല മെഡൽ. റുബാന റോസ് റോവിൻസും റിച്ച ക്രിസ് റോവിൻസുമാണ് നേട്ടം സ്വന്തമാക്കിയത്. കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇരുവരും. ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് അർബൻ റിസോഴ്സ് സെന്റർ തൃശൂർ മോഡൽ വൊക്കേഷണൽ സ്കൂളിൽ വിളംബര ദിനം സംഘടിപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി അധ്യക്ഷത വഹിച്ചു. KR സ്മിത, MA അനിത, KP ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ഒല്ലൂക്കര കുടുംബാരോഗ്യ കേന്ദ്രവും സെന്റ് സെബാസ്റ്റ്യൻ ഗേൾസ് ഹൈസ്കൂളും സംയുക്തമായി സ്കൂളിൽ ലോക എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് P പ്രിയ, MLS P അക്ഷിത എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ദീപ, അധ്യാപിക റോസ്മേരി തുടങ്ങിയവർ സംസാരിച്ചു. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രവും ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും സംയുക്തമായി ലോക എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ R രാഖി ഉദ്ഘാടനം ചെയ്തു. NSS യൂണിറ്റ് കോർഡിനേറ്റർ KN ബിന്ദു അധ്യക്ഷത വഹിച്ചു. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം സ്റ്റാഫ് അംഗങ്ങൾ അവതരിപ്പിച്ച സ്കിറ്റ്, NSS യൂണിറ്റ് അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടന്നു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ അന്തിക്കാട് KGM സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഡെപ്യൂട്ടി കളക്ടർ രാജേഷ് ചുള്ളിയിൽ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ലിയോ ജോർജ്, VS സ്മിത, റീജ തോമസ്, ആന്റണി ജോസഫ്, അജീഷ അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദയുടെ 68ാം ജന്മദിനം ചാലക്കുടി ഗായത്രി ആശ്രമത്തിൽ ആഘോഷിച്ചു. ജന്മദിന സമ്മേളനം ശിവഗിരി മാസിക പത്രാധിപർ നെടുങ്കുന്നം ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി SNDP യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളുത്താപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സ്വാമി സച്ചിദാനന്ദ ജന്മദിന കേക്ക് മുറിച്ചു. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തടൻ, നഗരസഭാ കൗൺസിലർ VJ ജോജി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,960 രൂപ, പവന് 95,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. വരന്തരപ്പള്ളിയിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച കേസിൽ ഭർത്തൃ മാതാവ് അറസ്റ്റിൽ. മാട്ടുമല സ്വദേശി രജനിയാണ് അറസ്റ്റിലായത്. രജനിക്കെതിരെ സ്ത്രീ പീഡനത്തിന് കേസെടുത്തു. ഏനാമാവ് കോൾപ്പടവിൽ നെൽകൃഷി ഉപ്പുവെള്ള ഭീഷണി. നാമാക്കൽ ഫേസ് കനാലിൽ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് ഉപ്പിന്റെ സാന്നിധ്യം വ്യാപകമായത്. പാലപ്പിള്ളി മുപ്പിളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. 2 മാസത്തിനിടെ 4ാം തവണയാണ് മേഖലയിൽ പുലി ഇറങ്ങുന്നത്. ഏകാദശി വ്രതശുദ്ധിയുടെ ദർശന പുണ്യം തേടി ഗുരുഭവനപുരിയിലെത്തിയത് 10,000. പാപമോക്ഷ പുണ്യം തേടി തിരുവില്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പുനർജനി നൂണ്ട് വിശ്വാസികൾ. കല്ലൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. 13 പവൻ സ്വർണം കവർന്നു. വീട്ടുകാർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ സമയത്തായിരുന്നു മോഷണം. നെട്ടിശ്ശേരി കല്ലാടിമൂലയിൽ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ മോഷണം. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീപിടിച്ചു. ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.